അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 ഫിഖ്ഹുൽ ഇസ്ലാമിലെ 5ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠം ഒന്ന് മനസ്സിലാക്കാം. നാം ഈ പാഠത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് രോഗിയെ സന്ദർശിക്കുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ചും സന്ദർശന സമയത്ത് പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചും സന്ദർശിക്കുന്നവന് ലഭിക്കുന്ന പുണ്യത്തെക്കുറിച്ചുമാണ്. ഇനി നമുക്ക് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രോഗശയ്യയിലായിരിക്കെ ഒരാൾ അദ്ദേഹത്തെ സന്ദർശിച്ചു. രോഗത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ ശേഷം അയാൾ പറയുകയാണ്, ഈ രോഗം പിടിപെട്ട ഒരാൾ ഇതുവരെ സുഖം പ്രാപിച്ചിട്ടില്ല, മറ്റൊരാൾ മരിച്ചുപോയി. ഇത് കേട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, രോഗിയെ സന്ദർശിക്കുമ്പോൾ മരണവാർത്ത അറിയിക്കുകയല്ല വേണ്ടത്. ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നാം പറയാൻ പാടുമോ? അത് ആ രോഗിക്ക് വിഷമമുണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. മരണം പോലെ രോഗവും ആർക്കും ഉണ്ടാകാവുന്നതാണ്. മരണത്തിനോ രോഗത്തിനോ പ്രായഭേദങ്ങളില്ല. രോഗികളോട് കരുണ കാണിക്കണം. ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നതാകണം സന്ദർശനം. രോഗിക്കും രോഗിയുടെ വീട്ടുകാർക്കും വെറുപ്പുണ്ടാകുന്ന തരത്തിലാകരുത് അതായത് സന്ദർശനം. ബന്ധുക്കളോട് രോഗവിവരം അന്വേഷിക്കുകയും സഹായം ആവശ്യമെങ്കിൽ നൽകുകയും വേണം. വിലക്കുണ്ടെങ്കിൽ സന്ദർശിക്കരുത്. ഉചിതമായ സമയത്തായിരിക്കണം സന്ദർശനം. ഇതെല്ലാം നാം പാലിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നോക്കൂ, രോഗിയുടെ അടുത്ത് കൂടുതൽ സമയം ചെലവഴിച്ചും അനാവശ്യ ചോദ്യങ്ങൾ ഉന്നയിച്ചും മുഷിപ്പിക്കരുത്. രോഗിയെ മന്ത്രിക്കുകയും അവന് വേണ്ടി ദുആ ചെയ്യുകയുമാണ് വേണ്ടത്. രോഗിയെ സന്ദർശിക്കുമ്പോൾ ഈ ദുആ 7 തവണ ചൊല്ലൽ സുന്നത്താണ്. അസ്അലുല്ലാഹൽ അലീമ റബ്ബൽ അർശിൽ അലീമി അയ്യഷ്ഫീക. രോഗിയോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടലും സുന്നത്താണ്. കാരണം രോഗിയുടെ ദുആ ഉത്തരം ലഭിക്കുന്ന ദുആകളിൽ പെട്ടതാണ്. എന്നാൽ ഫാസിഖനെയും മുബ്തദിഅനെയും സന്ദർശിക്കാൻ പാടില്ല. പുരുഷൻ അന്യസ്ത്രീയെ സന്ദർശിക്കലും സ്ത്രീ അന്യപുരുഷനെ സന്ദർശിക്കലും ഹറാമാണ്. രോഗി മരണാസന്നനാണെങ്കിൽ കടങ്ങളും മറ്റ് ഹക്കുകളും വീട്ടാൻ ഓർമ്മിപ്പിക്കുകയും തൗബയ്ക്കും വസിയ്യത്തിനും പ്രേരിപ്പിക്കുകയും വേണം. രോഗിയെ സന്ദർശിക്കൽ സാമൂഹ്യ ഉത്തരവാദിത്തമാണ്. അത് പരലോകത്തെ ഓർമ്മിപ്പിക്കും, സ്നേഹബന്ധം ഊഷ്മളമാക്കും, ഹൃദയത്തെ ലോലമാക്കും. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള 6 കടമകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗ സന്ദർശനത്തെ എണ്ണിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, രോഗിയെ സന്ദർശിക്കുന്നവർ അവിടെ നിന്ന് മടങ്ങുന്നതുവരെ സ്വർഗത്തോപ്പിലാണ്. അത് രാവിലെയാണെങ്കിൽ വൈകുന്നേരം വരെയും, വൈകുന്നേരമാണെങ്കിൽ രാവിലെ വരെയും 70,000 മലക്കുകൾ അവൻ്റെ പാപമോചനത്തിന് തേടും. അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ ചോദിക്കും, ഏ മനുഷ്യ, ഞാൻ രോഗിയാകി, നീ എന്നെ സന്ദർശിച്ചില്ല. അവൻ ചോദിക്കും, റബ്ബേ, നീ ലോകരക്ഷിതാവല്ലേ, ഞാൻ എങ്ങനെയാണ് നിന്നെ സന്ദർശിക്കുക? അപ്പോൾ അല്ലാഹു തആല പറയും, എൻ്റെ ഒരു അടിമ രോഗിയാണെന്ന് നിനക്കറിയാമായിരുന്നില്ലേ? നീ അയാളെ സന്ദർശിച്ചില്ല. നീ അയാളെ സന്ദർശിച്ചിരുന്നെങ്കിൽ എന്നെ സന്ദർശിച്ചതുപോലെയാണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, നാം ഒരു രോഗിയെ സന്ദർശിക്കുന്നത് അല്ലാഹു തആലയെ സന്ദർശിക്കുന്ന പോലെയാണ്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. രോഗം വന്നാൽ ചികിത്സ സുന്നത്താണ്. ഇത് നമുക്ക് 1 മാർക്കിൽ ചോദിക്കാം. ഫലപ്രദമായതും ശർഇൽ ഹലാലായതുമായ ഏത് ചികിത്സാ രീതിയും സ്വീകരിക്കാവുന്നതാണ്. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ചികിത്സ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ചികിത്സ നടത്തൂ. വാർദ്ധക്യമല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല മരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ രോഗിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ സന്ദർശിച്ചു. അവിടുത്തെ കൈ എൻ്റെ നെഞ്ചിൽ വെച്ചു. ഞാൻ അതിൻ്റെ തണുപ്പ് ആസ്വദിക്കുകയും ചെയ്തു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ പറയുകയാണ്, നീ ഹൃദയവേദന അനുഭവിക്കുന്നവനാണ്. സഖീഫുകാരനായ ഹാരിസ് ബിൻ കിൽദയുടെ അടുത്ത് ചെല്ലുക, അദ്ദേഹം ചികിത്സ നടത്തുന്ന വ്യക്തിയാണ്. ഇതുവരെ നാം രോഗിയെ സന്ദർശിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചും രോഗിയെ സന്ദർശിച്ചാൽ കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും പഠിച്ചു. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. ശർഇൽ അനുവദനീയമായ മന്ത്രങ്ങൾ കൊണ്ടും ചികിത്സിക്കാം. ഒരിക്കൽ നിസ്കാരത്തിലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു തേൾ കുത്തി. നിസ്കാരം കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളവും ഉപ്പും കൊണ്ടുവരാൻ അവിടുന്ന് ആവശ്യപ്പെട്ടു. കുത്തേറ്റ ഭാഗം അതുകൊണ്ട് തടവുകയും സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഫലക്, സൂറത്തുൽ നാസ് എന്നീ സൂറത്തുകൾ ഓതുകയും ചെയ്തു. ഇനി അടുത്ത പേജിൽ നോക്കൂ. മുഹമ്മദ് ബിൻ ഹാത്തിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ കൈ പൊള്ളിയപ്പോൾ എന്നെയും കൂട്ടി ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തോ മന്ത്രിച്ച് എൻ്റെ കയ്യിൽ ഊതി. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മന്ത്രിച്ചതെന്ന് ഞാൻ ഉമ്മയോട് ചോദിച്ചു. ആ മന്ത്രം എന്താണെന്ന് നോക്കാം. അദ്ഹബിൽ ബഅസ റബ്ബന്നാസ് ഇഷ്ഫി അൻത ഷാഫി ലാ ഷാഫിയ ഇല്ലാ അൻത എന്ന മന്ത്രമാണെന്ന് ഉമ്മ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെയും മന്ത്രങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ആദ്യത്തെ പ്രവർത്തനം നുജുബ് ബിക്കലിമത്തിൻ വാഹിദ, ഒറ്റവാക്കിൽ ഉത്തരമെഴുതാനുള്ളതാണ്. 1. രോഗിയെ സന്ദർശിക്കൽ ഓർമ്മിപ്പിക്കും. എന്തിനെ? ഉത്തരം പരലോകത്തെ. 2. രോഗം വന്നാൽ ചികിത്സിക്കുന്നതിൻ്റെ വിധിയെന്ത്? ഉത്തരം സുന്നത്ത്. 3. രോഗികളായ ഫാസിഖിനെയും മുബ്തദിനെയും സന്ദർശിക്കാമോ? ഉത്തരം പാടില്ല. 4. മരുന്നില്ലാത്ത രോഗമേത്? ഉത്തരം വാർദ്ധക്യം. 5. രോഗികളെ സന്ദർശിക്കരുത്. എപ്പോൾ? ഉത്തരം വിലക്കുണ്ടെങ്കിൽ. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം ബയ്യിനി സിയാഖ്, സന്ദർഭം വ്യക്തമാക്കണം. 1. രോഗിയെ സന്ദർശിക്കുമ്പോൾ മരണവാർത്ത അറിയിക്കുകയല്ല വേണ്ടത്. ഇത് ആരോട് എപ്പോൾ പറഞ്ഞു ആ സന്ദർഭം വ്യക്തമാക്കണം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രോഗശയ്യയിലായിരിക്കെ ഒരാൾ അദ്ദേഹത്തെ സന്ദർശിച്ചു. രോഗത്തെക്കുറിച്ച് ചോദിച്ചതിന് ശേഷം അയാൾ പറഞ്ഞു, ഈ രോഗം പിടിപെട്ട ഒരാൾ ഇതുവരെ സുഖം പ്രാപിച്ചിട്ടില്ല, മറ്റൊരാൾ മരിച്ചുപോയി എന്ന്. ഇത് കേട്ടപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകളാണിത്. അടുത്ത പേജ് നോക്കൂ. 2. റബ്ബേ, നീ ലോകരക്ഷിതാവല്ലേ. ഇത് ആരോട് എപ്പോൾ പറഞ്ഞു? ആ സന്ദർഭം വ്യക്തമാക്കാം. അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ ചോദിക്കും, ഏ മനുഷ്യ, ഞാൻ രോഗിയായി നീ എന്നെ സന്ദർശിച്ചില്ല എന്ന്. അപ്പോൾ അവൻ അള്ളാഹുവിനോട് ചോദിക്കുന്ന വാക്കുകളാണിത്. 3. നീ ഹൃദയവേദന അനുഭവിക്കുന്നവനാണ്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു രോഗിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ സന്ദർശിച്ചു. അവിടുത്തെ കൈ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ വെച്ചു. അദ്ദേഹം അതിൻ്റെ തണുപ്പ് ആസ്വദിച്ചു. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞ വാക്കുകളാണിത്. തദ്രീബാത്തിൽ 3. പ്രവർത്തനം നുജീബ്. 1. ചോദ്യം, രോഗിയുടെ അടുത്ത് വെച്ച് 7 തവണ ചൊല്ലൽ സുന്നത്തുള്ള ദുആ ഏത്? ഉത്തരം അസ്അലുല്ലാഹൽ അലീമ റബ്ബൽ അർശിൽ അലീമ ഐ യശ്ഫീക. 2. ചോദ്യം, മരണാസന്നനായ രോഗിയെ സന്ദർശിക്കുന്നവൻ എന്ത് ചെയ്യണം? ഉത്തരം കടങ്ങളും മറ്റ് ഹക്കുകളും വീട്ടാൻ ഓർമ്മിപ്പിക്കുകയും തോബയ്ക്കും വസിയത്തിനും പ്രേരിപ്പിക്കുകയും വേണം. 3. ചോദ്യം, രോഗിയെ സന്ദർശിച്ചാൽ ലഭിക്കുന്ന ഒരു നേട്ടം. ഉത്തരം രോഗിയെ സന്ദർശിക്കുന്നവർ അവിടെ നിന്ന് മടങ്ങുന്നതുവരെ സ്വർഗത്തോപ്പിലാണ്. അത് രാവിലെയാണെങ്കിൽ വൈകുന്നേരം വരെയും, വൈകുന്നേരമാണെങ്കിൽ രാവിലെ വരെയും 70,000 മലക്കുകൾ അവൻ്റെ പാപമോചനത്തിന് തേടും. 4. ചോദ്യം, നിസ്കാരത്തിൽ തേൾ കുത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? ഉത്തരം നിസ്കാരം കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളവും ഉപ്പും കൊണ്ടുവരാൻ അവിടുന്ന് ആവശ്യപ്പെട്ടു. കുത്തേറ്റ ഭാഗം അതുകൊണ്ട് തടവുകയും സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഫലക്, സൂറത്തുൽ നാസ് എന്നീ സൂറത്തുകൾ ഓതുകയും ചെയ്തു. 5. ചോദ്യം, മുഹമ്മദ് ബിൻ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പൊള്ളിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മന്ത്രിച്ചതെന്ത്? ഉത്തരം അദ്ഹിബിൽ ബഅസ റബ്ബന്നാസി ഇഷ്ഫി അൻത ഷാഫി ലാ ഷാഫിയ ഇല്ലാ അൻത. അടുത്ത പേജ് നോക്കൂ. ആരാണ് ഫാസിഖ്? ഉത്തരം വൻദോഷം ചെയ്യുകയോ
ചെറുദോഷം പതിവാക്കുകയോ ചെയ്യുന്നവനാണ് ഫാസിക്ക്. ഇനി 7ാമത്തെ ചോദ്യം, ആരാണ് മുബ്തദി? ഉത്തരം മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് പോലെയുള്ള നൂതനാശയക്കാരാണ് മുബ്തദി. ഇനി അടുത്ത പ്രവർത്തനം തഖ്സീസ്. അതിൽ 1ാമത്തത് രോഗസന്ദർശനത്തിൻ്റെ മഹത്വം എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. രോഗിയെ സന്ദർശിക്കുന്നത് വളരെയധികം പുണ്യമുള്ള കാര്യമാണ്. അത് രോഗിക്ക് ആശ്വാസവും ഉന്മേഷവും സന്തോഷവും നൽകും. രോഗം സാരമാക്കേണ്ടതില്ലെന്നും അത് പാപമോചനത്തിന് കാരണമായി തീരുമെന്നും പറഞ്ഞ് രോഗിയെ സമാധാനിപ്പിക്കുകയും ക്ഷമ പാലിക്കാൻ ഉണർത്തുകയും ചെയ്യൽ മഹത്തായ പുണ്യകർമ്മമാണ്. അന്ത്യദിനത്തിൽ അള്ളാഹു പറയും, ഏ മനുഷ്യ, ഞാൻ രോഗിയായിരുന്നപ്പോൾ നീ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കും, എൻ്റെ നാഥ, നീ രക്ഷിതാവല്ലേ? അപ്പോൾ അള്ളാഹു തആല പറയുന്ന മറുപടി, എൻ്റെ അടിമ രോഗിയായിരിക്കെ നീ അവനെ സന്ദർശിച്ചില്ല. അവനെ നീ സന്ദർശിച്ചിരുന്നുവെങ്കിൽ അവൻ്റെ അടുത്ത് നീ എന്നെ കാണുമായിരുന്നു. ഇത്രയും മഹത്വമുള്ള ഒന്നാണ് രോഗസന്ദർശനം. അതുപോലെ രോഗിയെ സന്ദർശിക്കുന്നവർ അവിടെ നിന്ന് മടങ്ങുന്നതുവരെ സ്വർഗത്തിലാണ്. അത് രാവിലെയാണെങ്കിൽ വൈകുന്നേരം വരെയും, വൈകുന്നേരമാണെങ്കിൽ രാവിലെ വരെയും 70,000 മലക്കുകൾ അവൻ്റെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. തഖ്സീസിൽ 2 ഈ മഹാന്മാരെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചറിയുക. 1ാമത്തത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആദ്യത്തെ 4 ഖലീഫമാർക്ക് ശേഷം തിളക്കമാർന്ന ഭരണം കാഴ്ചവെച്ച മഹാനായിരുന്നു. അദ്ദേഹം ഉമർ 2ാമൻ എന്നും ഇസ്ലാമിൻ്റെ 5ാം ഖലീഫ എന്ന നിലയിലും ചരിത്ര പ്രസിദ്ധനാണ്. കടുത്ത ഭയഭക്തി ഉള്ളവരായിരുന്നു. ലൗകിക സുഖങ്ങളോട് വിരക്തിയുള്ള ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ആർഭാട ജീവിതത്തിനു പകരം തികഞ്ഞ ലളിത ജീവിത രീതിയാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. പ്രജകളുടെ എല്ലാവിധ പിന്തുണ ഉണ്ടായിട്ടും തൻ്റെ ഭരണത്തിൽ സംതൃപ്തരല്ലെങ്കിൽ മറ്റൊരു ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാൻ അദ്ദേഹം എപ്പോഴും ജനങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ഹദീസുകൾ നഷ്ടപ്പെടുമെന്ന ഭയത്താൽ അവ ക്രോഡീകരിക്കാൻ ഉത്തരവിട്ട ആദ്യ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. 2 സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഇസ്ലാം മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ ക്രൂരമായി മർദ്ദിക്കപ്പെട്ട സ്വഹാബിയാണ് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു. അസ്ത്രപ്രയോഗ വിദഗ്ധൻ എന്ന നിലയിൽ ഇസ്ലാമിക യുദ്ധങ്ങളിൽ തിളക്കമാർന്ന വിജയം കാഴ്ചവെച്ച മഹാനാണ് ഇദ്ദേഹം. പേർഷ്യൻ ചക്രവർത്തിമാരുടെ സിംഹാസനങ്ങൾ തകർത്ത നേതാവായിരുന്നു. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബിമാരിൽ ഒരാളായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. പല യുദ്ധങ്ങളിലും അദ്ദേഹം സേനാനായകനായി. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിരുന്ന സ്വഹാബിയായിരുന്നു അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസ്കാരങ്ങൾ ഓരോന്നും വാരിപ്പുണർന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഇനിയും നമുക്ക് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കുറേ പോയിന്റ്സ് എഴുതാം. അദ്ദേഹം ഒരാളോടും അസൂയ വെക്കാറില്ല. ഇനി 3ാമത്തത് മുഹമ്മദ് ബിൻ ഹാത്തിബ് റളിയല്ലാഹു അൻഹു. മുഹമ്മദ് ബിൻ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ഹാത്തിബ് റളിയല്ലാഹു അൻഹുവും മാതാവ് ഉമ്മു ജമീൽ എന്നവരുമാണ്. ഒരിക്കൽ മുഹമ്മദ് ബിൻ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിനെയും കൊണ്ട് ഉമ്മ ഹബുഷയിൽ നിന്നും മദീനയിലേക്ക് വരികയായിരുന്നു. യാത്രക്കിടയിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വിറക് തീരുകയും വിറക് അന്വേഷിച്ച് ആ ഉമ്മ നടന്ന നേരത്ത് ഭക്ഷണച്ചട്ടിയിൽ നിന്ന് മുഹമ്മദ് ബിൻ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പൊള്ളുകയും ചെയ്തു. അങ്ങനെ ആ ഉമ്മ മുഹമ്മദ് ബിൻ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കൊണ്ടുവരികയും നബി തങ്ങൾ അദ്ദേഹത്തെ മന്ത്രിച്ച് ഊതുകയും നബി തങ്ങളുടെ ഷർഫാക്കപ്പെട്ട ഉമിനീർ പുരട്ടുകയും അവിടുത്തെ കൈകൾ കൊണ്ട് അദ്ദേഹത്തെ തടവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കൊണ്ട് നാമകരണം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.